ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ സ്മോൾ റൂമിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഞാൻ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ അത് പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ അത്. നല്ലപോലെ ഉണങ്ങിയിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആ പീച്ച് കളർ പെയിൻ്റ് അവിടുന്ന് എങ്ങനെ ഞാൻ 3 കോട്ടൊക്കെ ചുരുങ്ങിയത് അടിച്ചു എന്നിട്ട് അത് പോണില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്കവിടെ വാൾ സ്റ്റിക്കർ ചെയ്യാന്നുള്ളത്. അപ്പോൾ വാൾ സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള രൂപമാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മിററിൽ ഞാൻ കൊടുത്ത ബോർഡർ ഒരു മിററിൻ്റെ ബോർഡർ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിനി. പക്ഷേ അത് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നില്ല. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും കൂടി ഇത് ഒട്ടിക്കാണ്ടായിരുന്നു. പിന്നെ ഇത് വീതിയുള്ള സ്റ്റിക്കറാണ്. നമുക്ക് വേണ്ട രൂപത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇതിന് ഓരോ മിററാണെങ്കിലും ഇതൊന്ന് നമുക്ക് റിമൂവ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനിത് ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് തന്നെ ഞാൻ ഫുൾ ഭാഗം ഇത് ഫിനിഷാക്കി ഇത് ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി കഴിഞ്ഞത് പറിക്കാൻ കിട്ടില്ല. വാൾ സ്റ്റിക്കറിൻ്റെ പോലെ ഇത് പെട്ടെന്ന് അങ്ങനെ പറിക്കാൻ പറ്റണില്ല കേട്ടോ. ഇത് നല്ല സൂക്ഷിച്ച് തന്നെ ഇത് ഒട്ടിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് അടിപൊളിയാണ്. മിററൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ട് എൻ്റെ മടി കാരണം ഞാൻ ടേബിളിൽ വെച്ച് കട്ട് ചെയ്യാതെ കയ്യിൽ തന്നെ വെച്ച് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്തായാലും ചെറിയൊരു മിസ്റ്റേക്ക് എന്തായാലും വരും. ഇതിൻ്റെ ബാക്ക് ഭാഗം ഒരു നെയിം സ്ലിപ്പിൻ്റെ പോലെയാണ്. അപ്പോൾ അത് റിമൂവ് ആക്കിയിട്ട് നേരെ നമ്മൾ വാളിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ കിച്ചൺ വാളും അതേപോലെ TV യൂണിറ്റിൻ്റെ സ്പേസൊക്കെ ഞാൻ ഇതേപോലെ ചെയ്തിരുന്നു. അങ്ങനെ അത്യാവശ്യം ഒരു എക്സ്പേർട്ട് ആയതിൽ ഇത് ഒട്ടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് ആദ്യം കിച്ചണൊക്കെ ഒട്ടിച്ച സമയത്ത് എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് മാറിക്കിട്ടി. ഇപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് ഇത് ഒട്ടിക്കാൻ. കോൺഫിഡൻസ് കുറച്ച് കൂടിപ്പോയതുകൊണ്ടേ ഒരു ചെയറൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ എനിക്ക് പറ്റുന്നില്ലൊരു ഇതിലാണ് ഞാനത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഹൈറ്റ് എനിക്ക് ഭയങ്കര പേടിയാണ്. കസാരയിൽ കയറി നിന്നിട്ട് കാല് നല്ല പോലെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. എന്തായാലും മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് എനിക്ക് ഒട്ടിക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് സമാധാനമായി. ഇത് ചുളുക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒന്നും കൂടി പറിച്ചിട്ട് ഇത് കറക്റ്റാക്കിയിട്ട് സ്റ്റാർട്ടിങ് ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇത് ഒന്ന് പറിച്ചിട്ട് വീണ്ടും ഒട്ടിക്കുമ്പോൾ ഇത് സ്റ്റിക്കാകാത്ത യാതൊരു പ്രശ്നത്തിനില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ് തന്നെ നല്ല സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. കയ്യിൽ വെച്ച് കട്ട് ചെയ്താൽ ശരിയാകില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം പോയി ടേബിൾ മന്ന് തന്നെ കട്ട് ചെയ്ത് ഒക്കെ കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് ഞാനത് വാളിൽ സ്റ്റിക്ക് ചെയ്യാണ്. നമ്മൾ കറക്റ്റ് അളവെടുത്ത് കഴിഞ്ഞാൽ സാധനമൊന്നും വേസ്റ്റ് ആവില്ല കേട്ടോ. ഇതിൽ കുറേ കൂട്ടുകാർ വീഡിയോ സബ് ചെയ്യാതെയാണ് കാണണമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബാണ് എൻ്റെ സപ്പോർട്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്കിത് വീഡിയോ ചെയ്യാൻ പറ്റുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്കിനി വീഡിയോ ചെയ്യാൻ കഴിയുക. അപ്പോൾ എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതുപോലത്തെ നല്ല മേക്ക് ഓവർ വീഡിയോകൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കമൻ്റായിട്ട് പറയണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പറയണം. നിങ്ങളെ കമൻറ്റ് ഞാൻ സ്വീകരിക്കും. ഈ സ്മോൾ റൂമിൻ്റെ തൊട്ടടുത്താണ് ബാത്റൂം. ഇത് സ്മോൾ റൂമല്ല, ശരിക്കും ഒരു ഡ്രസ്സിങ് റൂമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഒരു ഉപകാരം ഇതിനെക്കൊണ്ടില്ല. പിന്നെ മക്കൾ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ഇവിടുന്നാണ് ഫ്രഷ് ആവലും എല്ലാ കാര്യങ്ങളും ചെയ്യൽ. ഡ്രസ്സിങ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ വാർഡ്രോബും കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും ചെയ്യാനൊരു സ്പേസ് ഇവിടെ ഇല്ല. പിന്നെ ഈ ബാത്റൂമിൻ്റെ ഡോറ് ഒരു കാപ്പി കളറായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വൈറ്റ് ആക്കാനൊരാഗ്രഹം. അപ്പോൾ ഞാനത് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് വൈറ്റ് കളറാക്കുകയാണ്. പിന്നെ അതിൻ്റെ വക്കിന് ചെറിയൊരു ബോർഡർ കൊടുക്കുകയാണ്. അതാണ് ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം എത്ര പ്രയാസം ഞാൻ വിചാരിച്ചില്ല. ഇത് ഒട്ടിച്ച് ഇതിങ്ങനെ കറക്റ്റാക്കി വരച്ചൊക്കെ കൊടുത്ത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ശരിയാക്കായിരുന്നു.
ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ സ്മോൾ റൂമൊക്കെ കയറുന്ന അവിടെയും കൂടി ഞാനൊന്ന് വൃത്തിയാക്കുകയാണ്. ആ ചുമരും കൂടി ഞാൻ ഈ സ്റ്റിക്ക് വെച്ചിട്ട് കറക്റ്റാക്കുകയാണ്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങി വെച്ചതാണ്. ഞാനിത് എവിടെയൊന്ന് പ്ലേസ് ചെയ്യാന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഇതിങ്ങനെ അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇതേ സ്റ്റാൻഡ് ഞാൻ അടുക്കളയിൽ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ അത് വാങ്ങിയിട്ട്. ഞാൻ നല്ല സാധനമാണ്, നല്ല സ്റ്റാൻഡാണ്. പിന്നെ ഞാൻ ഈ സ്ക്രൂ ഉള്ള സ്റ്റിക്കർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചുമരിനൊന്നും കേട് വരിക ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇതേ സെയിം സാധനം കിച്ചണിൽ ഇതേ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റിക്കുള്ള സാധനം തന്നെയാണത്, ഒരു പ്രശ്നവുമില്ല. ഈ സ്റ്റിക്കർ ഞാൻ വാങ്ങിയതിനെ കുറിച്ച് ഞാനൊരു വീഡിയോയിൽ എത്ര വില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും ഇതിന് എത്ര രൂപയാണെന്നൊക്കെ. അങ്ങനെ ഫുൾ ഫിനിഷിങ്ങിലായി. ഹാങ്ങിങ് പോട്ട് വെച്ചു, അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെയ്ത് ഫുൾ ഫിനിഷിലായി. ഏകദേശം രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പരിപാടികളൊക്കെ തീർന്നപ്പം. ഞാൻ വീണ്ടും പറയുകയാണ്, കാണുന്ന കൂട്ടുകാരൊക്കെ സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.